പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ കുറ്റ്യാടിയിൽ നടന്ന സ്വീകരണ വേദിയിൽ ഉന്തും തള്ളും. വി.ഡി. സതീശന് മുൻപ് സംസാരിക്കാൻ വിളിക്കാത്തതിൽ വടകര MP ഷാഫി പറമ്പിൽ അതൃപ്തി പ്രകടിപ്പിച്ചതാണ് തർക്കത്തിലേക്ക് നീങ്ങിയത്. സംസാരിക്കാൻ ക്ഷണിച്ച ജില്ലാ നേതാവിനെ ഷാഫി തടയുന്നതും തള്ളിമാറ്റുന്നതുമെല്ലാം ദൃശ്യങ്ങളിലുണ്ട്. അതേസമയം തർക്കം പരിഹരിക്കാൻ പ്രതിപക്ഷ നേതാവ് ഇടപെട്ടതുമില്ല. വാർത്തയുടെ വിവരങ്ങളുമായി അനഘ ഹർഷനാണ് ചേരുന്നത്. അനഘ, എന്താണ് കുറ്റ്യാടിയിലെ ഈ വേദിയിൽ ഉണ്ടായത്? നീലിമ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് കുറ്റ്യാടിയിൽ നൽകിയ സ്വീകരണ പരിപാടിയിലാണ് ഈ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഈ പരിപാടിക്കിടെ DCC പ്രസിഡന്റ് ഈ പരിപാടിയിൽ വേദിയിലേക്ക് ജാഥ ക്യാപ്റ്റനായ വി.ഡി. സതീശനെ ക്ഷണിക്കുന്നു. ഈ സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന ഈ MP ആയിട്ടുള്ള ഷാഫി പറമ്പിൽ ക്ഷുഭിതനായി ആ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അതിനുശേഷം ഈ പ്രസിഡന്റ് DCC സെക്രട്ടറിയെ പിടിച്ച് തള്ളുന്നു. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. അതായത് ഈ തന്നെ ക്ഷണിക്കുന്നതിന് മുമ്പ് കുറ്റ്യാടിയിലെ സ്ഥലം MP ആയ തന്നെ ക്ഷണിക്കുന്നതിന് മുമ്പ് ജാഥ ക്യാപ്റ്റനായ വി.ഡി. സതീശനെ ക്ഷണിച്ചതിലുള്ള അതൃപ്തിയായിരുന്നു ഷാഫി പറമ്പിൽ എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിനെ തുടർന്നാണ് DCC സെക്രട്ടറിയെ പോലും പിടിച്ചു തള്ളുന്ന രീതിയിലേക്ക് ഷാഫി പറമ്പിൽ പ്രകോപിതനായത്. അതിനുശേഷം ആ വേദിയിൽ ഒരേ ഒരു വാക്ക് മാത്രം, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ കുറ്റ്യാടിയിൽ നിന്ന് ജനപ്രതിനിധികൾ ഉണ്ടാകും എന്ന് മാത്രം 2 വരിയിൽ തന്റെ പ്രസംഗിച്ച് ആ വേദിയിൽ നിന്ന് ഷാഫി പറമ്പിൽ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ആ വേദിയിൽ ഉന്തും തള്ളും, ആ വേദിയിൽ ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കം ആ ഉന്തും തള്ളിലും ഇടയിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഈ വേദിക്ക് പുറത്തിരുന്ന ജനങ്ങളെ സംബന്ധിച്ച്, പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന നിമിഷമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇത്തരത്തിൽ, അതായത് കേരളം പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വി.ഡി. സതീശൻ പുതുയുഗ യാത്രയുമായി മുന്നിട്ടിറങ്ങിയത്. ആ യാത്രയിൽ ആദ്യം മുതൽ തന്നെ കല്ലുകടിയാണ് പുറത്തേക്ക് വരുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കുറ്റ്യാടിയിൽ ഇന്ന് കണ്ട ഈ സംഭവം. അതായത് തന്നെ ക്ഷണിക്കാതെ, ഈ സ്ഥലം MP ആയിട്ടുള്ള തന്നെ ക്ഷണിക്കാതെ വി.ഡി. സതീശനെ ക്ഷണിച്ചതിലുള്ള അതൃപ്തിയാണ് ഷാഫി പറമ്പിൽ പരസ്യമായി ആ വേദിയിൽ തന്നെ കാണിച്ചിരിക്കുന്നത്. അതായത് അധികാരം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലാണ് അണികൾക്കിടയിലേക്ക്, അല്ലെങ്കിൽ ഈ പാർട്ടിയിലെ ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾ തമ്മിൽ ഈ രീതിയിലാണ് എന്നുള്ളതാണ്. ഒരു ഐക്യവും പാർട്ടിയിൽ ഇല്ല എന്നുള്ള കാര്യമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്ത് വരുന്നത്. എന്തായാലും അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഷാഫി പറമ്പിൽ MP ആ വേദിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. ആ വേദിയിൽ നിന്ന് പോകാതിരിക്കാൻ, ഈ പരിപാടിക്ക് ഉടനീളം ആ വേദിയിൽ ഉണ്ടാകണം എന്നടക്കമുള്ള കാര്യങ്ങൾ ആ വേദിയിൽ നിന്ന് തന്നെ മറ്റ് DCC സെക്രട്ടറി അടക്കം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ ക്ഷുഭിതനായി ഷാഫി പറമ്പിൽ MP ആ വേദിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ഒക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അതീവ നാടകീയ രംഗങ്ങളായിരുന്നു ഇന്ന് കുറ്റ്യാടിയിൽ നടന്ന പുതുയ യാത്രയ്ക്ക് നൽകിയ സ്വീകരണ പരിപാടി. പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിലായിരുന്നല്ലോ ഈ വലിയ ഉന്തും തള്ളുമൊക്കെ ആ വേദിക്ക് അകത്ത് നടന്നത്. എന്തായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഒരു നിലപാട് ഈ വിഷയത്തിൽ? ഈ പ്രതിപക്ഷ നേതാവ് കൃത്യമായ ഒരു പ്രതികരണവും നടത്തിയില്ല എന്നുള്ളതാണ്. കാരണം ഈ ഷാഫി തന്നെ ഈ പ്രസംഗിക്കാൻ ക്ഷണിച്ചതിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട്, അതായത് ഷാഫി പറമ്പിലിനെ ആദ്യം പ്രസംഗിക്കാൻ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ക്ഷുഭിതനായ ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ പിന്നീട് ഈ വിഷയത്തിൽ പ്രതികരണമൊന്നും തന്നെ ആ സ്ഥലത്ത് വെച്ച് നടത്തിയില്ല, പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് തുടക്കം മുതൽ തന്നെ ഇത്തരത്തിൽ പുതുയുഗ യാത്രയിൽ കല്ലുകടിയാണ്. പ്രവർത്തകർ തമ്മിൽ ഐക്യമില്ല, പ്രവർത്തകർ തമ്മിൽ മാത്രമല്ല നേതാക്കൾ തമ്മിലും ഇത്തരത്തിൽ ഐക്യമില്ല എന്ന് കാണിക്കുന്ന ഏറ്റവും പുതിയ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നീലിമ. ഓക്കെ അനഘ.